most welcome back to our family. വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് നിങ്ങൾ തമിഴിൽ കണ്ടിട്ടുണ്ടാവും. തമിഴിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും ഓൺലൈൻ ജോബ്. നമുക്ക് ഓൺലൈൻ ജോബിനെ പറ്റിയിട്ട് ഡിസ്കസ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇതിപ്പം ഞാനിങ്ങനൊരു വീഡിയോ ചെയ്യാൻ കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ ഒരു കുട്ടിയുടെ വീഡിയോ ഉണ്ടായിരുന്നു. ഇത് ഓൺലൈൻ ജോബിനെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു വീഡിയോ ആണ് കണ്ടിട്ടുണ്ടായിരുന്നത്. ഓഫ് കോഴ്സ് ഓൺലൈൻ ജോബിൻ്റെ നല്ല വശങ്ങളല്ല എനിക്ക് പറയാനുള്ളത്, ചീത്ത വശങ്ങളാണ്. എൻ്റെ അനുഭവത്തിൽ നിന്ന് അതുപോലെ തന്നെ ഒരുപാട് പേരോട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ വെച്ചിട്ടാണ് ഞാൻ ഇന്ന് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. കാര്യം ഓൺലൈൻ ജോബ് എന്ന് കേൾക്കുമ്പോൾ തന്നെ ആദ്യമേ എത്തി നോക്കുന്നത് വീട്ടമ്മമാരാണ്. ഇപ്പം വീട്ടിലെ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് ഫ്രീ ആയിട്ടിരിക്കുന്ന ടൈമിൽ കുട്ടികളൊക്കെ സ്കൂളിൽ പോകും. ഇപ്പം സ്കൂൾ തുറക്കുന്ന ടൈമാണ്. അപ്പോൾ എന്തെങ്കിലും ഫ്രീ ടൈം ഒരുപാടുണ്ട്. അപ്പം നമുക്ക് വീട്ടിലിരുന്നിട്ട് ഫോൺ ഉപയോഗിച്ചിട്ട് പൈസ ഉണ്ടാക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ആദ്യമേ എത്തി നോക്കും. ഓൺലൈൻ ജോബ് എങ്ങനെയാണ് നമുക്കൊന്ന് ചേർന്ന് നോക്കാമെന്ന് പറഞ്ഞിട്ട് പോയി നോക്കും. സോ പിന്നെയുള്ള കാര്യം വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾ ഇപ്പോൾ പഠിത്തം കഴിഞ്ഞിട്ട് ഇപ്പം ഡിഗ്രി ഒക്കെ കഴിഞ്ഞിട്ട് നിൽക്കുന്ന ജോബ് ആവാത്ത കുട്ടികൾ നോക്കും. അതുപോലെ തന്നെ ചെറിയ കുട്ടികളൊക്കെ ഓൺലൈൻ ജോബ് എന്ന് കേൾക്കുമ്പോൾ തന്നെ എത്തി നോക്കുന്ന ഒരു കാര്യമാണ്. വീട്ടിലിരുന്നിട്ട് നമുക്ക് പൈസ ഉണ്ടാക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അവർ നോക്കുന്നത്. സോ നല്ല കാര്യം തന്നെയാണ്. പക്ഷേ ഇതിൻ്റെ അകത്ത് ചീത്ത വശങ്ങളാണ് എനിക്ക് പറയാനുള്ളത്. ഓൺലൈൻ ജോബ് എൻ്റെ ഒരു അനുഭവം ഞാൻ പറയാമേ. ഒരു 2 വർഷം മുമ്പ് ഞാനൊരു ഇൻഫ്ലുവൻസർ എന്ന രീതിയിൽ ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിലാണ് എനിക്ക് ഫസ്റ്റ് വരുന്ന ഒരു ആഡ് ഇതുപോലെ ഓൺലൈൻ ജോബ് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് ഇപ്പോൾ എൻ്റെ പ്രൊഫൈൽ നോക്കിക്കഴിഞ്ഞാൽ കാണാം, എൻ്റെ യൂട്യൂബിലാവട്ടെ ഇൻസ്റ്റഗ്രാമിലാവട്ടെ ഒറ്റ ഓൺലൈൻ ജോബിൽ ഞാൻ പ്രൊമോട്ട് ചെയ്യുന്നില്ല. അതിനൊരു കാര്യമുണ്ട്, ഒരു റീസൺ ഉണ്ട്. അതെന്താണെന്ന് ഞാൻ പറയാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നോട് പറഞ്ഞു, നല്ലൊരു എമൗണ്ട് പറഞ്ഞിട്ടാണ് പറഞ്ഞത്, നിങ്ങൾക്ക് ഇത്ര ഒരു എമൗണ്ട് തരാം, നിങ്ങൾ ഈ ഒരു ഓൺലൈൻ ജോബ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് വീഡിയോ കൊടുക്കുക, അവരുടെ പ്രൊഫൈൽ ലിങ്ക് ഷെയർ ചെയ്യുക, അവരുടെ കോൺടാക്ട് നമ്പർ കൊടുക്കുക. നമ്മൾ പ്രത്യേകിച്ച് അതേപ്പറ്റിയൊന്നും ചിന്തിച്ചില്ല. ഞാൻ എൻ്റെ ഒരു ലൈഫ് സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമാണല്ലോ. സോ ഞാൻ അതേപ്പറ്റി പ്രത്യേകിച്ചൊന്നും ചിന്തിച്ചില്ല. അതെന്താണെന്ന് പോലും ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇനി ചോദിച്ചിട്ട് ചെയ്യുന്നവരുണ്ടാവാം, അവരെ ഞാൻ ഒന്നും പറയുന്നില്ല, അവരെ ഞാൻ കുറ്റം പറയുന്നില്ല. പക്ഷേ നിങ്ങൾ ഇൻഫ്ലുവൻസർ എന്ന രീതിയിൽ ഓരോരുത്തരോട് ഓരോ വീഡിയോ ഷെയർ ചെയ്യുമ്പോൾ പറ്റിപ്പോകുന്ന അബദ്ധങ്ങൾ കൂടിയിട്ടാണ് ഞാൻ പറയുന്നത്. എനിക്ക് പറ്റിയ ഒരു അബദ്ധമാണ് ഞാൻ പറയുന്നത്. സോ ഞാനൊന്നും ചിന്തിക്കാതെയാണ് ഞാൻ അവരുടെ ആ ഡീറ്റെയിൽസ് ചോദിച്ചു. ഇതുപോലെ ഓൺലൈൻ ജോബുണ്ട്, ഞാൻ ഇപ്പോൾ പോസ്റ്റ് ചെയ്ത വീഡിയോ ഇതുപോലെ വീട്ടമ്മമാർക്കും അതുപോലെ കുട്ടികൾക്കും ഒക്കെ ചെയ്യാൻ പറ്റുന്ന ജോബാണ്. 18 വയസ്സ് കഴിയണം, മൊബൈൽ ഫോൺ യൂസ് ചെയ്തിട്ട് നമുക്ക് വീട്ടിലിരുന്നിട്ട് തന്നെ പണം സമ്പാദിക്കാം, വീട്ടിൽ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ക്യാഷ് വരും എന്ന രീതിയിലാണ് എന്നോട് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അവരുടെ കുറേ ഡീറ്റെയിൽസ് നമ്മൾ അവരുടെ കമ്പനിയുടെ ഡീറ്റെയിൽസ് നമുക്ക് തരും കേട്ടോ. അതൊക്കെ വെച്ചിട്ട് തന്നെയാണ് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞാൻ പ്രത്യേകിച്ച് വേറെ അതിൻ്റെ അകത്ത് എന്താണ്, എന്ത് ജോബാണ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊന്നും ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നില്ല. ഞാൻ കമ്പനി ഡീറ്റെയിൽസ് മാത്രമേ മേടിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അതെനിക്ക് പറ്റിയ തെറ്റാണ് കേട്ടോ. ഞാൻ എന്ത് ജോബാണ് എന്ന കാര്യം ഞാൻ തിരക്കണമായിരുന്നു. ഞാൻ തിരക്കിയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ വീഡിയോ പ്രൊമോട്ട് ചെയ്തു. ഒരു 1 വീക്ക് കഴിഞ്ഞപ്പോഴത്തേന് ഒരു ചേച്ചി എനിക്ക് മെസ്സേജ് അയച്ചു, കുട്ടി ഇതുപോലെ ഞാൻ കുട്ടിയുടെ വീഡിയോ കണ്ടിട്ടാണ് ഞാൻ ഇതുപോലെ ഓൺലൈൻ ജോബ് എന്ന് പറഞ്ഞ് കണ്ടിട്ട് ഞാൻ അവർക്ക് മെസ്സേജ് അയച്ചു, അവരെ കോൺടാക്ട് ചെയ്തു. ആദ്യം അവരെന്നോട് നല്ല രീതിയിൽ സംസാരിച്ചു. ഫസ്റ്റ് അവരെന്നോട് ഇത്ര രൂപ വേണമെന്ന് പറഞ്ഞു. ഞാൻ 57 രൂപ എന്തോണെന്ന് തോന്നുന്നു, വെറും 57 രൂപ മതിയല്ലോ. അവർ കൊടുത്തപ്പോഴത്തേന് ഓൺലൈൻ ജോബാണല്ലോ. ഓക്കെ, സ്റ്റാർട്ട് ചെയ്തു. 57 ഇട്ടപ്പോഴത്തേന് ആ 57 അവർ ഇരട്ടിയായിട്ട് തിരിച്ചു കിട്ടി. അതായത് 100 സംതിങ് രൂപയായിട്ട് തിരിച്ചു കിട്ടി. ആ ചേച്ചി പിന്നെ ആ എമൗണ്ട് ഇട്ടു. അതിട്ടപ്പോൾ പിന്നെ 200 രൂപ കിട്ടി. പിന്നെ ആ 200 കിട്ടിയത് അതിന് 300 ആക്കി ഇട്ടു. ഒരു മണി ചെയിൻ പോലെയാണ് കേട്ടോ. അപ്പോൾ ഒരു 500 രൂപ അടുപ്പിച്ച് കിട്ടിയല്ലോ. അപ്പോൾ ആ 500ൻ്റെ കൂടെ ഈ ചേച്ചിയുടെ കയ്യിലുണ്ടായിരുന്ന ഒരു 3000 5000 രൂപയും കണ്ട് ആഡ് ചെയ്തിട്ടിട്ടു. അതായത് 10000 രൂപ കൈ കിട്ടുമല്ലോ. 10000 കിട്ടും. 10000 ഇട്ടപ്പോൾ 20000 കിട്ടും. 20000 കിട്ടിയപ്പോഴത്തേന് ചേച്ചി കുറച്ചും കൂടെ പൈസ അതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്തിട്ട് പിന്നെ ഇട്ടപ്പോഴത്തേന് ആ പൈസയും കൂടെ ഇട്ടാക്കാൻ പോയി. പൈസയില്ല, ജോലിയില്ല, കയ്യിലുണ്ടായിരുന്ന പൈസയും പോയി, വന്ന പൈസയും പോയി, നിന്ന പൈസയും പോയി. അങ്ങനൊരവസ്ഥയായി. അങ്ങനെ ഈ ചേച്ചി എന്നെ കോൺടാക്ട് ചെയ്തിട്ട് ഇങ്ങനെ പറഞ്ഞു. അപ്പം ഞാൻ ഡയറക്റ്റ് ആ കുട്ടി, ഒരു മലയാളി കുട്ടിയാണ് എനിക്ക് ഇതുപോലെ ജോബ് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നിട്ടുണ്ടായിരുന്നു. ഞാൻ അവളുടെ പ്രൊഫൈലിലേക്ക് കോൺടാക്ട് ചെയ്തു. സംഭവം അവളെ കോൺടാക്ട് ചെയ്തപ്പോൾ അവൾക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾക്ക് ടാർഗറ്റ് കൊടുക്കും. ഈ ചേച്ചിക്കും അതുപോലെ തന്നെ ടാർഗറ്റ് കൊടുക്കും. വേറെ ആരെങ്കിലും കുറച്ച് പേരെയും കൂടെ ആഡ് ചെയ്യാൻ വേണ്ടി ടാർഗറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം അതും ആഡ് ചെയ്തു. അവരുടെ പൈസയും പോകുന്ന വെപ്രാളമാണ് ഈ ചേച്ചിക്കുള്ളത്. അതുപോലെ തന്നെ ഈ ചേച്ചിയുടെ പൈസ പോയി ടെൻഷനുണ്ട്. ഈ കുട്ടി ഇതേ കണക്ക് തന്നെ എന്നോട് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾക്ക് മറ്റേ കണ്ണൊരു വിസിക്കാർട്ട് എന്ന് പറഞ്ഞിട്ടൊരു ജോബ് ഉണ്ടായിരുന്നു. ആ സാധനം എന്താ മേടിക്കുന്നതായിരുന്നു. അതുപോലെ അല്ല കേട്ടോ ഇത്. അത് പിന്നെ എനിക്ക് തോന്നുന്നു വിശ്വസിക്കാമെന്ന് തോന്നുന്നു. ഇത് ഒട്ടും വിശ്വസിക്കാൻ പറ്റില്ല ഈ ഓൺലൈൻ ജോബ് എന്ന് പറയുന്ന സാധനം. ഞാൻ എൻ്റെ അനുഭവമാണ് കേട്ടോ ഷെയർ ചെയ്യുന്നത്. അങ്ങനെ ഞാൻ ഈ കുട്ടിക്ക് മെസ്സേജ് അയച്ചു, ഇതുപോലൊരു ചേച്ചിക്ക് മെസ്സേജ് അയച്ചു, ചേച്ചിയുടെ ക്യാഷ് പോയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടാണ്. അത് കേസ് കൊടുക്കാൻ നിൽക്കുകയാണെന്ന് പറഞ്ഞു. 40,000 രൂപ പോയല്ലേ, അപ്പോൾ പിന്നെ കേസ് കൊടുക്കൂലേ.
അങ്ങനെ ആ കുട്ടിയോട് പറഞ്ഞപ്പോൾ ആ കുട്ടി എൻ്റെ അടുത്ത് പറഞ്ഞു, ചേച്ചി അങ്ങനെയൊന്നും അല്ല ചേച്ചി ഇത് നല്ല കമ്പനിയാണ്, ഇതുപോലെ ഒരുപാട് പേർക്ക് ജോലി കൊടുക്കുന്നുണ്ട്. അപ്പോഴാണ് ഞാൻ അറിയുന്നത് ഇതുപോലെ ആളെ ചേർത്ത് കൊടുക്കുന്ന പരിപാടിയാണ് ആ കുട്ടിക്കുള്ളത്. മേ ബി ആ കുട്ടിയുടെ പൈസയും പോയിട്ടുണ്ടാവാം, എനിക്കറിയില്ല. എന്തായാലും ഈ ചേച്ചിയുടെ 40,000, ആ കുട്ടി കുറച്ച് എമൗണ്ട് ആയിരിക്കും ഇട്ടത്, അതുകൊണ്ട് ആ കുട്ടിയുടെ പോയില്ല. ഈ ചേച്ചി പെട്ടെന്ന് ഒരുപാട് എമൗണ്ട് ഇട്ടപ്പോഴത്തേക്കും ചേച്ചിയുടെ പൈസ നല്ല രീതിയിൽ പോയിട്ടുണ്ട്. വന്നതും നിന്നതും പോയതും എല്ലാം പോയി. അതാണ് അവസ്ഥ. അതിനുശേഷം പിന്നെ ഞാൻ ഡയറക്റ്റ് ആ കുട്ടിയായിട്ട് ഈ ചേച്ചിനെ സംസാരിപ്പിച്ചു. എനിക്കിതുപോലെ പ്രൊമോഷൻ വന്നതാണ്, ഞാൻ ഇതുപോലെയാണ് ചെയ്തിട്ടുള്ളത് എന്ന് മാഡം ചേച്ചിയോട് പറഞ്ഞു. അപ്പോൾ ആ ചേച്ചി കുറച്ച് മെച്ചൂർഡ് ആയതുകൊണ്ടിട്ടായിരിക്കും ചേച്ചിക്ക് മനസ്സിലായി ഞാൻ പറഞ്ഞ കാര്യം. ചേച്ചി ഡയറക്റ്റ് അവരോട്ട് കോൺടാക്ട് ചെയ്തു. ചിലർ വിചാരിക്കുന്നത് എന്താണ്, ഓൺലൈൻ ജോബ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ പ്രൊമോട്ട് ചെയ്യുമ്പോൾ നമ്മളാണ് ജോലി കൊടുക്കുക എന്നാണ് വിചാരിക്കുന്നത്. അതോട് കൂടിയിട്ട് ഞാൻ ഈ ഓൺലൈൻ ജോബ് പ്രൊമോട്ട് ചെയ്യൽ നിർത്തി. അല്ല നോക്കൂ, പിന്നെ ഒരുപാട് പേര് എന്നോട് വന്നിട്ടുണ്ട്, ചേച്ചി ഓൺലൈൻ ജോബ് വീഡിയോ ചെയ്യാമോ ചോദിച്ചു. ഞാൻ ഇതോടൊക്കെ തൊഴുതിട്ട് ഞാൻ പറയും, എൻ്റെ പൊന്നുമോളെ എനിക്ക് താല്പര്യമില്ല. എൻ്റെ കയ്യിലുള്ള പൈസ, എനിക്ക് ചിലപ്പോൾ നിങ്ങൾ തരുന്നത് 5,000 ആയിരിക്കും. ആ 5,000 വേണ്ടിയിട്ട് ഞാൻ ഒരുപാട് പേരുടെ പൈസ കളയുകയും ചെയ്യും. ഇതിൻ്റെ പേര് ദോഷവും നമുക്ക് കിട്ടും. എന്തിനാ വെറുതെ വഴിയെ പോകുന്ന കയ്യാവിനെ എടുത്ത് നോക്കുന്നത്? എനിക്ക് ആ പൈസ വേണ്ട എന്ന് ഞാൻ പറഞ്ഞു. ഒരുപാട് പേര് വന്നിട്ടുണ്ട്. ഈ ഒരു 2 വർഷത്തിനിടയ്ക്ക് എൻ്റെ അടുത്തൊരു 10-50 പേരെങ്കിലും എന്നോട് ഓൺലൈൻ ജോബ് പ്രൊമോട്ട് ചെയ്യാമോ എന്ന് പറഞ്ഞു വന്നിട്ടുണ്ട്. വന്നവരോടെല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട്, വളരെ ഇതാണ് എൻ്റെ സിറ്റുവേഷൻ. എനിക്ക് ജാടയായിട്ടോ അല്ലെങ്കിൽ മറ്റൊന്നും കൊണ്ടിട്ടല്ല, എനിക്ക് പൈസ കിട്ടുന്ന കാര്യമാണ്, എനിക്ക് ക്യാഷ് മേടിച്ചിട്ട് വേണമെങ്കിൽ ചെയ്യാണ്ടിരിക്കാം. പക്ഷെ ഒരാളുടെ കയ്യിൽ നിന്ന് പൈസ പോയി കഴിഞ്ഞാൽ അത് നമുക്കാണ് തലവേദനയായിട്ട് വരുന്നത്. ഞാൻ ഈ പൈസ പോയ കാര്യം പറയാനുള്ള ഒരു റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ, അവരുടെ പൈസ ഞാൻ പ്രൊമോട്ട് ചെയ്തിട്ട് ഇതിപ്പം ഇൻഫ്ലുവൻസേഴ്സ് ആയിട്ടുള്ള ആരെങ്കിലും കാണുന്നുണ്ട്, എനിക്കറിയത്തില്ല, എൻ്റെ വീഡിയോ കാണുമെന്ന് അറിയത്തില്ല, എനിക്കധികം വ്യൂ ഒന്നുമില്ല. പക്ഷെ ആരെങ്കിലും മേ ബി കാണുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്കറിയാവുന്ന ഇൻഫ്ലുവൻസേഴ്സ് ആരെങ്കിലും ഓൺലൈൻ ജോബിനെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവരോട് പറഞ്ഞു കൊടുക്കാം, ഇങ്ങനൊരു ചതിക്കുഴി ഉണ്ട്, അതുകൊണ്ടിട്ട് സൂക്ഷിച്ചും കണ്ട് മാത്രമേ ഓൺലൈൻ ജോബിനെ പ്രൊമോട്ട് ചെയ്യാവൂ എന്നുള്ള കാര്യം. അതുപോലെ തന്നെ ഓൺലൈൻ ജോബ് എന്ന് പറയുമ്പോൾ തന്നെ പോയി ചാടിപ്പെടുന്നതും നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് വേണം. ഒരുപാട് ചതിക്കുഴികളുണ്ട്, നല്ലതില്ല എന്നല്ല ഞാൻ പറയുന്നത്, നല്ലതും ഉണ്ട്. പക്ഷേ ഇങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. അതിനിടയ്ക്ക് ഇതുപോലെ എൻ്റെ ഒരു 3-4 മാസം മുമ്പ് കുട്ടി വന്നതാണ്, ചേച്ചി എനിക്ക് യൂട്യൂബിൽ മെസ്സേജാണ്, ചേച്ചി ഞാൻ ഇതുപോലെ ഒരു ഇൻഫ്ലുവൻസർ ഓൺലൈൻ ജോബിനെ പ്രൊമോട്ട് ചെയ്യുന്നത് കണ്ടിട്ട് ഞാൻ അവർക്ക് മെസ്സേജ് കൊടുത്തു, ഞാൻ ഇതുപോലെ ക്യാഷ് ഇൻവെസ്റ്റ് ചെയ്തു, പക്ഷേ എൻ്റെ പൈസ പോയി എന്ന് പറഞ്ഞിട്ട് ചേച്ചി എനിക്ക് കോൺടാക്ട് ചെയ്യണം. ഞാൻ അവൾക്ക് നമ്പർ കൊടുത്തു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ആ ഒരു ടൈമിൽ എനിക്ക് അവളെ സഹായിക്കാൻ എൻ്റെ അടുത്തൊരു നിവർത്തിയില്ലായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവളുണ്ടല്ലോ, അവളുടെ ഗോൾഡ് വെച്ചിട്ട് അവളെന്നോട് പറഞ്ഞത്, ചേച്ചി ഞാൻ ആത്മഹത്യയുടെ വക്കിലാണ്, എനിക്ക് നല്ല വിഷമമുണ്ട്. നല്ലൊരു കുട്ടി, അവളുടെ കല്യാണം കഴിഞ്ഞ് 2 കുട്ടികളുണ്ട്, പ്രസവിച്ച് ഡെലിവറി കഴിഞ്ഞ് നടക്കുന്ന ടൈമിലാണ് ഓൺലൈൻ ജോബ് കണ്ടിട്ട് അവൾ പോയിട്ട് അവളുടെ ക്യാഷ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അവളുടെ കയ്യിലുണ്ടായിരുന്ന ഗോൾഡ് പ്ലെഡ്ജ് ചെയ്തിട്ടാണ് ആ പൈസ ഇതിലേക്ക് ഓൺലൈൻ ജോബിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ആദ്യം കുറച്ച് എമൗണ്ട് കിട്ടുന്നത് കണ്ടപ്പോഴത്തേക്കും ഒരുപാട്, എനിക്ക് തോന്നുന്നു ഒരു 7 ലക്ഷം രൂപ അടുപ്പിച്ച് വരെ ആ കുട്ടി ഇൻവെസ്റ്റ് ചെയ്തു. അത് ഞാൻ പ്രൊമോട്ട് ചെയ്തിട്ടില്ല, വേറൊരു ഇൻഫ്ലുവൻസർ പ്രൊമോട്ട് ചെയ്യുന്നത് കണ്ടിട്ട് അവൾ പൈസ കൊടുത്താണ്. നമുക്കിപ്പോൾ 7 ലക്ഷം ഗോൾഡ് അല്ലേ, കൊച്ചിപ്പോൾ പണയം വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ 7 ലക്ഷത്തിന് എനിക്കൊരു 14 ലക്ഷം കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അവൾ കൊടുത്തിട്ടുണ്ടാകുന്നത്. ഓഫ് കോഴ്സ് ആരായാലും ചിന്തിക്കും, അത് ആർക്കായാലും പറ്റുന്നൊരബദ്ധമാണ്. ഞാനായപ്പോലും എനിക്ക് ആദ്യമേ 1 കൊടുത്ത് 2 കിട്ടി, 2 കൊടുത്ത് 4 കിട്ടി. അങ്ങനെ വരുമ്പോൾ ഞാനായാലും ചെയ്യുന്ന ഒരു കാര്യമാണ്. പക്ഷെ ഒരബദ്ധം പറ്റിയത് കൊണ്ടിട്ട് എന്തായാലും ഞാൻ അങ്ങോട്ടേക്ക് തിരിഞ്ഞു പോകും. എൻ്റെ മോൻ കരയുന്നത്, ഞാൻ എന്തായാലും അതിലേക്ക് തിരിഞ്ഞു നോക്കില്ല. പക്ഷേ നമ്മൾ ശ്രദ്ധിച്ച് വേണം. അപ്പോൾ ഈ ഓൺലൈൻ ജോബ് എന്ന് കാണുമ്പോൾ തന്നെ നിങ്ങൾ പോയി പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പം ആ കുട്ടിയുടെ കാര്യം വേസ്റ്റ് ചെയ്തു. അപ്പോൾ ബെല്ലറ് കൂടി പുറക്കാം ഗോകുലിന് ചേച്ചിയൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടൊന്നും എന്ത് പറഞ്ഞു, അങ്ങനെ ഈ ഓൺലൈൻ ജോബ് എന്ന് പറയുമ്പോൾ കുറച്ച് പൈസ കിട്ടുമെന്ന് വിചാരിച്ചിട്ട് പോയി കഴിയും. പൈസ കിട്ടുമെന്ന് വെച്ചാൽ വീട്ടിലിരുന്നിട്ട് നമുക്ക് ജോലി ചെയ്യാമെന്നാണ് അവർ പ്രൊമോട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ ആ പ്രൊമോട്ട് ചെയ്യാനുള്ളവരോട് പറഞ്ഞു കൊടുക്കുന്നത്. പക്ഷേ അതിൻ്റെ അപ്പുറത്തുള്ള ചതിക്കുഴികൾ ഈ ഇൻഫ്ലുവൻസേഴ്സ് അറിയിട്ടില്ല. ഞാൻ ഒരിക്കലും ഇൻഫ്ലുവൻസേഴ്സിനെ കുറ്റം പറയുന്നതല്ല, ഇങ്ങനെയുള്ള കാര്യങ്ങളുണ്ടെന്ന് പലർക്കും അറിയിട്ടില്ല. നമുക്കൊരു അബദ്ധം വരുമ്പോൾ മാത്രമാണ് നമ്മൾ അതേ പറ്റിയിട്ട് ചിന്തിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ അതേ പറ്റിയിട്ട് അറിയുന്നത്. അപ്പോൾ എന്താണ് എനിക്ക് കൂടുതൽ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ്. ഇപ്പോൾ വെക്കേഷൻ കഴിഞ്ഞിട്ട് സ്കൂളൊക്കെ ഓപ്പൺ ആവുന്ന ടൈമാണ്. അപ്പം നിങ്ങൾ നോക്കിയിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും ശ്രദ്ധിക്കാനായിട്ട് പോയി പൈസ കൊടുത്തിട്ട് നിങ്ങൾ ഓൺലൈൻ ജോബ് ചെയ്യാനായിട്ട് നിൽക്കില്ല. അല്ലാണ്ടുള്ള ഓൺലൈൻ ജോബ്, ഇപ്പോൾ ടാലി, നമ്മൾ ഈ എന്തോ മറ്റുണ്ടല്ലോ
ഡേറ്റ എൻട്രി പോലുള്ള ജോബുകളൊക്കെ ഉണ്ടാവും. അതൊക്കെയാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, കലിയില്ല, അങ്ങനെ പോകും. ഒരിക്കലും നമ്മൾ പൈസ കൊടുത്തിട്ടൊരു ജോലി നോക്കാനായിട്ട് നിൽക്കരുത്. ഞാൻ പറഞ്ഞു വന്ന ആ കുട്ടിയുടെ കാര്യം, അവൾ എന്നോട് ക്യാഷ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ ഒരു സിറ്റുവേഷനിൽ ഞങ്ങൾ ദുബായിൽ പുതിയ ഷോപ്പൊക്കെ സ്റ്റാർട്ട് ചെയ്ത് ആ ഒരു ടൈമിലാണ് അവൾ എന്നോട് ചോദിക്കുന്നത്. അന്നേരം നമുക്ക് സഹായിക്കാനായിട്ട് എൻ്റെ അടുത്തൊരു നിവർത്തിയിലാണ്. അവൾ ഒരു ആത്മഹത്യയാണ്, വീട്ടിൽ പോലും അറിയിക്കാനായിട്ടാണ് ഇതിന് വേണ്ടിയിട്ട് ഈ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. സോ പിന്നെ അവൾ എനിക്ക് മെസ്സേജ് അയച്ചിട്ടില്ല. അവളുടെ അവസ്ഥ എന്തായാലും എനിക്കറിയില്ല. എനിക്ക് വിഷമമുണ്ട്. പിന്നെ കോൺടാക്ട് ചെയ്യാൻ നോക്കിയിട്ട് എനിക്ക് പറ്റിയിട്ടില്ല. ഞാൻ അവളുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാൻ നോക്കിയിട്ടുണ്ടായിരുന്നു, പക്ഷെ സ്വിച്ച് ഓഫ് ആണ്, കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം നിങ്ങൾ നോക്കിയിരിക്കുന്നവരാരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരിക്കലും ഓൺലൈൻ ജോബ് എന്ന് പറയുമ്പോൾ എനിക്കിതേ ഉള്ളൂ പറയാനുള്ളത്. നമ്മൾ ഫണ്ട് കൊടുത്തിട്ട് ഇപ്പം 50 കൊടുത്തു കഴിഞ്ഞാൽ 100 ആവും എന്ന രീതിയിൽ ആരെങ്കിലും വരികയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും ഓൺലൈൻ ജോബ് നിങ്ങൾ നോക്കിക്കോ, കുഴപ്പമില്ല. ഞാൻ പറയുന്നത് ഡേറ്റ എൻട്രി പോലുള്ള ജോബൊക്കെ ആണെന്നുണ്ടെങ്കിൽ പ്രശ്നമില്ല. അല്ലാണ്ടിട്ട് ഇതുപോലുള്ള എന്തെങ്കിലും ജോബുകളാണ് വരുന്നതെന്നുണ്ടെങ്കിൽ അതിനകത്ത് മൈൻഡ് ചെയ്യരുത്. നിങ്ങൾ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള ക്യാഷ് പോകും, നിങ്ങൾക്ക് തലവേദന, വീട്ടിലുള്ളവർക്ക് തലവേദന, ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നവർക്ക് തലവേദന, ബാക്കി പൈസ കൊണ്ടുപോയിട്ട് തലവേദനയൊന്നുമില്ല, അവർക്ക് ലാഭമാണ്. സോ നോക്കിയിട്ട് മാത്രം ചെയ്യുക. ഓൺലൈൻ ജോബ് എന്ന് ചെയ്യുമ്പോൾ വലിയ ചതിക്കുഴികൾ ഇതിൻ്റെ പിന്നിലുണ്ട് എന്ന് അറിഞ്ഞിട്ട് മാത്രം ഓൺലൈൻ ജോബ് എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ പുറകെ പോവുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എനിക്കറിയാവുന്ന ചെറിയൊരു ഇൻഫർമേഷൻ ഞാൻ നിങ്ങൾക്ക് പാസ് ചെയ്തതെന്നുള്ളൂ. എൻ്റെ ലൈഫിൽ ഉണ്ടായ ഒരു അനുഭവമാണ്. ഞാൻ ഈ 2 കാര്യം നടന്നിട്ടുള്ള കാര്യമാണ്. സോ ഞാൻ എൻ്റെ അനിയത്തിമാർ ചേച്ചിമാരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ പോയി പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത്. ജെൻസ് ആരും അങ്ങനെ പോയി ഓൺലൈൻ ജോബ് നോക്കുന്നതായിട്ട് എനിക്കറിയില്ല. കൂടുതലും വീട്ടമ്മമാരാണ് എന്നോട് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ളത്. ചേച്ചി ചെയ്യാമോ എന്ന് പറഞ്ഞാൽ വന്നിട്ടില്ല. ആൺകുട്ടികൾ അങ്ങനെ ചെയ്യുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. അമ്മമാരും വീട്ടിലിരിക്കുന്നവരാണ് കൂടുതലും പോകുന്നത്. സോ ശ്രദ്ധിച്ച് മാത്രം ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ എനിക്ക് പറയാൻ. നല്ലൊരു ഇൻഫർമേഷനാണ്. നിങ്ങൾക്ക് ആർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാക്കാത്ത രീതിയിൽ നിങ്ങൾക്കൊരു യൂസ്ഫുൾ ആവുന്ന വീഡിയോ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് നിങ്ങൾ പെട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ കൂടിയിട്ട് ആർക്കെങ്കിലും ഉപകാരപ്പെടട്ടെ, നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇതുപോലെ ഓൺലൈൻ ജോബ് നോക്കി ട്രൈ ചെയ്യുന്നവർ അല്ലെങ്കിൽ ആർക്കെങ്കിലും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കാം. ഒരു നല്ലൊരു ഇൻഫർമേഷനാണ്. ആരും പോയി പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ലവ് യു ഓൾ. ബൈ. ടേക്ക് കെയർ.